It's Tailfrog, let's fly, let's fly. It's Tailfrog, we're ready to rise. Legends in the shadows, we claim the skies. Walk through the dark, no fear, no disguise. We bring the heat, see the fire in our eyes. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2014 പുറത്തിറങ്ങിയിട്ടുള്ള ലെറ്റസ് പ്രേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. ശക്തമായിട്ടുള്ള തിരമാലകൾ അടിക്കുന്ന ഒരു കടൽ തീരം. ഈ ഒരു സമയത്ത് കടലിനുള്ളിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അവന്റെ ചുറ്റുമായിട്ട് ആയിരക്കണക്കിന് വരുന്ന കാക്കകൾ അങ്ങനെ പറന്നു വരുന്നുണ്ട്. അവിടെ മാത്രമല്ല, ഇവൻ ഏത് ഭാഗത്തേക്കാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് മുഴുവനും ഈ ഒരു കാക്കകളുടെ പ്രസൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു പടത്തിന്റെ ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ ചെറുതായ സമയത്ത് അവളുടെ സ്വന്തം അച്ഛൻ അവൾ ഒരുപാട് അബ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഉറക്കത്തിന് ഞെട്ടി എണീക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇവളുടെ ബെഡിൽ നിന്ന് ഒരു കാക്കയുടെ തൂവല് അവൾക്ക് കിട്ടുന്നുണ്ട്. ഇവള് ഈ ഒരു സിറ്റിയിൽ പോലീസായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂണിഫോം എല്ലാം ഇട്ടിട്ട് ഇവളുടെ വീട് വിട്ടിട്ട് അവളിപ്പോ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇപ്പൊ ഇവള് പോകുന്നതെല്ലാം വേറെ ആരോ നോക്കിയിരിക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുകയാണ്. ഇപ്പൊ സിറ്റിയുടെ വേറൊരു ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീനേജ് പയ്യൻ ഭയങ്കര അഗ്രസീവ് ആയിട്ട് അവന്റെ കാറും ഓടിച്ചിട്ട് ആ ഒരു ഭാഗത്തുകൂടി ഇങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ ഹീറോനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റി കൂടെ ഇപ്പൊ പെട്രോളിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. ഇവളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ ഫസ്റ്റത്തെ സീനിൽ കണ്ടിട്ടുള്ള ആ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആളുണ്ടല്ലോ, അവനിപ്പോ ആ ഒരു തെരുവിന്റെ നടുവിലായിട്ട് അങ്ങനെ നിൽക്കുന്നത് കാണുകയാണ്. ഇവൻ ആരാണ്, എന്തിനാണ് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നതെന്നുള്ളത് അവൾക്ക് ഒട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ നോക്കുന്ന സമയത്ത് ആ ഒരു ടീനേജ് പയ്യൻ അതിവേഗം ആ ഒരു കാർ ഓടിച്ചിട്ട് ഇയാളുടെ നേരെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വന്നിട്ട് അയാളെ ഇടിക്കാനായിട്ട് ഇവന്റെ കാറ് വരുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ഇപ്പോ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. എന്നാൽ ആ ഒരു കാറിന്റെ അടുത്ത് ചെന്ന് നോക്കിയ സമയത്ത് ആ ഒരു കാറിൽ ഒരുപാട് രക്തത്തിന്റെ കറകൾ ഉണ്ടായിരുന്നു. എന്നാൽ അയാളെ മാത്രം അവിടെ ഒന്നും കാണുന്നേ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആ ഒരു ടീനേജ് പയ്യന്റെ അടുത്ത് അയാൾ എങ്ങോട്ടേക്ക് തെറിച്ചു പോയെന്നുള്ളത് നീ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര മോശമായിട്ടാണ് അവളോട് സംസാരിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഒരാൾ നീ ഇടിച്ചിട്ടു, നീ അയാളെ കണ്ടില്ല, അതൊക്കെ ഓക്കെ, എന്തിനാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവനിപ്പോ അവൾ അറസ്റ്റ് ചെയ്യാണ്. ഇപ്പോ അവനെ കൂട്ടിയിട്ട് അവള് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേക്കാണ്. അവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മളെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലുള്ള ഒരു നോട്ടീസ് ബോർഡാണ്. അവിടെ ഒരുപാട് ആളുകൾ മിസ്സിംഗ് ആയിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഹീറോയിനാണെന്നുണ്ടെങ്കിൽ അവൾ കൂട്ടിയിട്ട് വന്നിട്ടുള്ള ആ ഒരു പയ്യനെ അവളുടെ ചീഫിന്റെ അടുത്ത് കൊണ്ടേ കാണിക്കുന്നുണ്ട്. ഈ ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് തന്നെ ഒരു സൈക്കോനെ പോലെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ ഒരു പയ്യനെ കണ്ടപ്പോ തന്നെ നമ്മുടെ ചീഫ് വന്നിട്ട് പറയണം, ഓഹോ ഇത് നമ്മുടെ സാറാണല്ലോ, ഇവൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് റാഷ് ഡ്രൈവിംഗ് ഒക്കെ ചെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ സ്റ്റേഷനിലേക്ക് വരാറുണ്ട്, നീ വലിയ ഫാൻഡം ബൈലിയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചീഫ് പോയിട്ട് അവന്റെ വയറ്റിലേക്ക് തന്നെ നല്ല രീതിക്ക് ഒരു കുത്തു കൊടുക്കുകയാണ്. അതിനുശേഷം അവന്റെ പേര്, വയസ്സ്, അതുപോലെ തന്നെ അവന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ വെച്ചിട്ട് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ എന്റെ പേരിൽ കേസ് എടുക്കുന്നത്, എന്തിനാ എന്നെ ജയിലിടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഇപ്പൊ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ ഇവൻ ഒരാളെ ഇടിച്ചിട്ടുണ്ടായിരുന്നു, അയാൾ ഇതുവരെ കണ്ടുപിടിക്കാനായിട്ട് പോലും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ പോയിട്ട് ആ ഒരു ബോഡി കണ്ടുപിടിക്കുക, അതിനുശേഷം എന്റെ പേരിൽ കേസ് ചാർജ് ചെയ്യാനൊക്കെ പറയാണ് ആ പയ്യൻ. ഇപ്പൊ ഈ ഒരു സീൻ കട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാറിലിരിക്കുന്ന വേറെ രണ്ട് പോലീസ് ഓഫീസറെ നമ്മൾ കാണുന്നുണ്ട്. ഇവർ ശരിക്കും പോലീസുകാരാണോ എന്ന് പോലും വിചാരിക്കുന്ന തരത്തിലാണ് ഇവർ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്രോളിങ്ങിന് വന്ന ഇവര് ആ ഒരു കാറിൽ കിടന്നിട്ട് എന്തൊക്കെയോ കാണിച്ച് കൂട്ടുകയാണ്. ഇപ്പൊ അവരുടെ വോക്കി ടോക്കിലേക്ക് നമ്മുടെ ഹീറോയിൻ അയച്ചിട്ടുള്ള ആ ഒരു മെസ്സേജ് വരുന്നുണ്ട്, നിങ്ങൾ പെട്രോളിംഗ് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ ഭയങ്കര ഹൈറ്റ് ആയിട്ട് താടിയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുള്ള ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ടായിരുന്നു അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മുടെ ചീഫിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടീനേജ് പയ്യൻ അവിടെ നിന്ന് ഡ്രസ്സ് മാറ്റുന്നുണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ ഒരുമാതിരി അവനെ തന്നെ നോക്കി അങ്ങനെ നിൽക്കുകയാണ് ഇയാള്. ഈ ഒരു കാര്യമൊക്കെ എന്തിനാ നീ ഇത്ര വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നത്, എന്തിനാ വെറുതെ തലവേദന പിടിക്കാനായിട്ട് പോകുന്നത്, ആ ഇടിച്ചയാളെ പോലും നിനക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല, പിന്നെ എന്തിനാണ് ഇതിന്റെ പുറകെ കിടന്ന് തൂങ്ങുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഹീറോയിൻ പറയാണ്, ഇവന്റെ കാറിൽ ഒരുപാട് രക്തം ഉണ്ടായിരുന്നു, അവൻ അയാൾ ഇടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും ആ ഒരു ബ്ലഡ് ഒക്കെ അവന്റെ കാറിൽ വന്നിട്ടുണ്ടായിരിക്കുക. ഈ ഒരു കാര്യങ്ങളൊക്കെ ആ പയ്യനടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയ സമയത്താണ് ഇവൻ വരുന്ന വഴിക്ക് ഒരു ടീനേജ് ആയിട്ടുള്ള വേറൊരു പെണ്ണിനെ ഇടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവന്റെ കാറിൽ ഇത്രയും ബ്ലഡ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മുടെ പയ്യനെ ജയിലിന്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇടിച്ചിട്ട് ജയിലിലേക്ക് കൊണ്ടുവന്നിട്ടേക്കാണ്. ഇപ്പോ അവന്റെ സെല്ലിന്റെ തൊട്ടടുത്തായിട്ട് വേറൊരുത്തിന് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അയാളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സൈലന്റ് ആയിട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കാണാനായിട്ട് ഇത്ര സൈലന്റ് ആണെന്നുണ്ടെങ്കിലും അയാൾ ചെറിയ പുള്ളിയൊന്നും അല്ലായിരുന്നു. ഇവന്റെ വൈഫിനെ ഭയങ്കരമായിട്ട് മർദ്ദിക്കാറുണ്ട് ഇയാള്. അതുകൊണ്ട് ഇവന്റെ ഭാര്യ ദേഷ്യം പിടിച്ചിട്ട് ഇവന്റെ പേരിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കേസിലാണ് അവർ ഈ ഒരു ജയിലിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ഹീറോയിനും ചീഫും കൂടിയിട്ട് പെട്രോളിങ്ങിന് പോയിട്ടുള്ള ആ ഒരു പോലീസുകാർ അവർ ഇതുവരെയും ഒരു റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അവർ എന്തായിരിക്കും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പെട്ടെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആളുണ്ടല്ലോ, അയാൾ ഈ ഒരു സ്റ്റേഷനിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഇവൻ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോലീസുകാർ രണ്ടുപേരാണ് ഇവനെ കൂട്ടിയിട്ട് വന്നിട്ടുള്ളത്. ഇപ്പൊ
ഇപ്പൊ ഹീറോയിൻ നേരെ അയാളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ചോദിച്ചിട്ടും അയാള് വായ തുറക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അവന്റെ കണ്ണ് കണ്ട സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിന് എന്തോ ഒരു കാര്യം ഇപ്പൊ ഓർമ്മ വരികയാണ്. ഇപ്പൊ ഹീറോയിനും എന്തോ പോലെ ആവുന്നുണ്ട്. ഇയാൾക്ക് കാര്യമായിട്ടുള്ള എന്തോ ഒരു അപകടം പറ്റിയിട്ടുണ്ട്. ഡോക്ടറെ വിളിച്ചു വരുത്താനായിട്ട് ചീഫ് പറയാണ്. ഇപ്പൊ ചീഫും പോയിട്ട് അവന്റെ അടുത്ത് എന്താ പേര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അപ്പൊ പോലും അയാള് വായ തുറന്നിട്ട് ഒരക്ഷരം പോലും പറയുന്നുണ്ടായിരുന്നില്ല. അവനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിനെ തന്നെ അങ്ങനെ തുറിച്ചു നോക്കി നിൽക്കുകയാണ്. ഇപ്പൊ ബാക്കിയുണ്ടായിരുന്ന പോലീസുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ഇന്നാണ് സ്റ്റേഷനിലേക്ക് വന്നത്, അതിനുശേഷം അടുത്ത കേസും പിടിച്ചോന്ന് ചോദിക്കുകയാണ്. കുറച്ചു നേരത്തിന് ശേഷം നമ്മുടെ ഹീറോയിൻ കോൾ ചെയ്തിട്ടുള്ള ആ ഒരു ഡോക്ടർ ഇവരുടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. ഇയാളുടെ ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകൾക്കൊക്കെ നമ്മുടെ ഡോക്ടർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഇയാൾ എന്തായിരിക്കും ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത്? ചിലപ്പോൾ ആ ഒരു അപകടത്തിന്റെ ഷോക്കിന്ന് ഇപ്പോഴും തിരിച്ചു വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അയാൾ സൈലന്റ് ആയിരിക്കുന്നത് ഡോക്ടർ ഇപ്പൊ പറയാണ്. ഇപ്പൊ ചീഫ് പറയാണ്, അവനെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല, അവൻ വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും സംസാരിക്കാതിരിക്കുന്നതെന്ന് ഇപ്പൊ ചീഫ് പറയുന്നുണ്ട്. ഇപ്പൊ അവനെ പറ്റിയിട്ട് നമ്മുടെ ഹീറോയിൻ ഒന്ന് അന്വേഷിച്ച് നോക്കുന്നുണ്ട്. എന്നാൽ അവന്റെ കയ്യിൽ ഫോണില്ല, പേഴ്സില്ല, അതുപോലെ തന്നെ ഇവൻ ആരാണെന്നോ എന്താണെന്നോ തെളിയിക്കാനുള്ള ഒരു തരത്തിലുള്ള ഐഡിയയും അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവന്റെ കയ്യിൽ നിന്ന് ഇപ്പോ നമ്മുടെ ഹീറോയിന് ഒരു ഡയറി കിട്ടുകയാണ്. ഈ ഒരു ഡയറി മുഴുവനും ഒരുപാട് ആളുകളുടെ പേര് മാത്രമാണ് അവൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല ഈ ഒരു ഡയറിയിൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് സിമ്പിൾസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ അവനെ തന്നെ നോക്കിയിട്ട് നീ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഡോക്ടറിന് ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. ഡോക്ടറിന് ഈ ഒരു കാര്യം ആലോചിച്ചപ്പോൾ തന്നെ ഒരുപാട് ദേഷ്യം വരികയാണ്. അവൻ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കത്തി എടുത്തിട്ട് ഇയാളെ കുത്താനായിട്ട് വരുന്നുണ്ട്. കുത്താനായിട്ട് പോകുന്നതിന് തൊട്ട് മുന്നേ തന്നെ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൊക്കെ ഡോക്ടറിനെ പിടിച്ചു വെക്കുകയാണ്. ഇപ്പൊ ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ അവൻ എല്ലാ കാര്യങ്ങളും അറിയാം. അവനെ കൊല്ലണം എന്ന് ഉറക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഡോക്ടർ ഇങ്ങനെ ഒരുപാട് വയലന്റ് ആയതുകൊണ്ട് തന്നെ ഡോക്ടറിനെയും അവിടെ ഉണ്ടായിരുന്ന ഒരു സെല്ലിലേക്ക് കൊണ്ടുവന്നിട്ട് പൂട്ടിയിടാണ്. ഇപ്പോ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആ ഒരാളുണ്ടായിരുന്നല്ലോ, അയാളെ പറ്റിയിട്ട് പോലീസ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അവന്റെ ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് അവരിപ്പോ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പൊ അയാളാണെന്നുണ്ടെങ്കിൽ കയ്യിൽ ആ ഒരു മഷിയായ സമയത്ത് കൈ ഇങ്ങനെ ഒരുമാതിരി രീതിയിൽ മേലേക്ക് പൊക്കിയിട്ട് ഇങ്ങനെ തുടയ്ക്കുന്നുണ്ട്. അകത്തിരിക്കുന്ന നമ്മുടെ ഡോക്ടറും ഇപ്പൊ അതേപോലെ തന്നെ ചെയ്യാണ്. ഇപ്പൊ നമ്മുടെ ടീനേജ് പയ്യനെ ഓടിച്ചു വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു കാറ്, ആ കാറിന്റെ മുകളിൽ ഒരുപാട് കാക്കകൾ അങ്ങനെ ഇരിക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇവർ എടുത്തിട്ടുള്ള ആ ഒരു ഫിംഗർ പ്രിന്റ് സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവന്റെ പേര് അലക്സാണ്ടർ ആണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ഇതിൽ ട്വിസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 90s കാലഘട്ടത്തിൽ ഒരു ഫയർ ആക്സിഡന്റിൽ പെട്ടിട്ട് ഈ ഒരു അലക്സ് മരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഒരു 79 വയസ്സിന്റെ അടുത്ത് പ്രായമുണ്ട്. അത് മാത്രമല്ല ഈ ഒരു ഡോക്യുമെന്റ്സ് വഴി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ ജീവിച്ചിരിക്കാനായിട്ടുള്ള സാധ്യതയില്ല. എന്നാൽ ജീവനോടെയാണ് അലക്സ് ഇപ്പോ നമ്മുടെ ചീഫിന്റെ മുന്നിൽ ഇരിക്കുന്നത്. ഇപ്പൊ ചീഫ് അയാളോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് അലക്സിന്റെ ഐഡന്റിറ്റിയിൽ ജീവിക്കുന്നത്? ആ ഒരു ക്വസ്റ്റ്യനും ഇയാൾ വായ തുറക്കുന്നുണ്ടായിരുന്നില്ല. ശരി ആ ഒരു ഡോക്ടർ എന്തിനാണ് ഒരു ബന്ധമില്ലാതെ നിന്നെ കൊല്ലാനായിട്ട് വന്നത്? അയാള് എന്തോ മനസ്സിലാവാത്ത രീതിയിൽ പല കാര്യങ്ങളും ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാണ്. എന്നാൽ ഒരേ ഒരു കാര്യം മാത്രം ഇപ്പൊ ശരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്ന് തന്നെ ഈ ഒരു സ്റ്റേഷനിൽ എല്ലാ കാര്യങ്ങളും തീരാനായിട്ട് പോവാണ്. ആ ഒരു കാര്യം ആർക്കും തടുത്തു നിർത്താനായിട്ട് പറ്റില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത് നമുക്ക് മനസ്സിലാവുകയാണ്. നമ്മുടെ ചീഫ് കഴിഞ്ഞ കാലത്തിൽ എന്തോ മോശമായിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ള ഓർമ്മകളൊക്കെ നമ്മുടെ ചീഫിനും ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പൊ ചീഫിനാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവാണ്. അലക്സിനെ അവിടുന്ന് കൂട്ടിയിട്ട് പോകാനായിട്ട് നമ്മുടെ ഹീറോയിന്റെ അടുത്ത് ചീഫ് പറയുന്നുണ്ട്. അവളാണെങ്കിൽ താഴെ ഉണ്ടായിരുന്ന ആ ഒരു സെല്ലിലേക്കാണ് അലക്സിനെ കൂട്ടിയിട്ട് വന്നിട്ടുള്ളത്. അവൻ അടച്ചു വെച്ചിട്ടുള്ള സെല്ല് 6-ാം നമ്പർ സെല്ലായിരുന്നു. എന്നാൽ എം ടി ആയിട്ടുണ്ടായിരുന്ന ആ ഒരു സെല്ലില് ഇപ്പൊ ആരോ ഇരിക്കുന്നതായിട്ട് കാണുകയാണ്. ഹീറോയിൻ ഇപ്പോ അവളുടെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ വേറൊരു പോലീസുകാരി ആ ഒരു ഗേറ്റ് അടയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പൊ അലക്സിന്റെ മുഖത്തേക്ക് നോക്കി അതേ സമയത്ത് തന്നെ ഇവള് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവൾക്ക് ഓർമ്മ വരികയാണ്. ഇവളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ പോലീസുകാരനല്ലേ, അവർ രണ്ടുപേരും കൂടിയിട്ട് ഈ ഒരു സ്റ്റേഷനിൽ വെച്ചിട്ട് തന്നെ ഒരു പയ്യനെ ഒരുപാട് അടിച്ചു ഉപദ്രവിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സൈക്കോ ആയിട്ടുള്ള രീതിയിലായിരുന്നു ഇവൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാര്യമൊക്കെ ഇപ്പൊ അവൾക്ക് ഓർമ്മ വന്നിട്ട് അവളിപ്പോ അവിടുന്ന് ഓടുകയാണ്. ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് ടെൻഷൻ ആവാണ്. ഇവളാണെന്നുണ്ടെങ്കിൽ അയാളുടെ മുഖത്തേക്ക് നോക്കാനായിട്ട് തന്നെ ഒരുപാട് ഭയപ്പെടുന്നുണ്ട്. ഇന്നൊരു രാത്രി മാത്രമായിരിക്കും നിങ്ങൾ ഇവിടെ ഉണ്ടാവുക. നാളെ രാവിലെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചതിന് ശേഷം നിങ്ങളെ പുറത്തേക്ക് വിടാന്ന് നമ്മുടെ ഹീറോയിൻ ഇപ്പൊ പറയുന്നുണ്ട്. അവള് നേരെ പോയിട്ട് കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പോലീസുകാരിന്റെ അടുത്ത് നീ എന്തിനാണ് ഭയപ്പെട്ട് അവിടുന്ന് ഓടി വന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അവളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഹീറോയിനെ അവോയ്ഡ് ചെയ്തിട്ട് അവൾ അവിടുന്ന് പോവുകയാണ്. ഇപ്പൊ ഹീറോയിൻ നേരെ വന്നിട്ട് നമ്മുടെ ഡോക്ടറിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ അയാളുടെ വീട്ടിലേക്ക് വിളിച്ച് അറിയിക്കാന്ന് പറഞ്ഞിട്ട് അയാളുടെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. എന്നാൽ ഫോൺ ഈ ഒരു സമയത്ത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പെട്രോളിങ്ങിന് പോയിട്ട് ആവശ്യമില്ലാതെ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു 2 പോലീസുകാരില്ലേ, അതിലുണ്ടായിരുന്ന ആ ഒരു ലേഡി പോലീസിനെ നമുക്ക് ജെൽസ എന്ന് വിളിക്കാം, മറ്റേയാളെ നമുക്ക് ടോം എന്നും വിളിക്കാം. ഇപ്പൊ രണ്ടുപേരെയും വിളിച്ചിട്ട് ചീഫ് പറയാണ്, നിങ്ങൾ ഇവിടുന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നേരിട്ട് തന്നെ അവന്റെ വീട്ടിലേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ അറിയിക്കാനായിട്ട് പറഞ്ഞു വിടുകയാണ്. ഇപ്പൊ നമ്മുടെ ചീഫ് നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് പോയിട്ട് എനിക്ക് വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, ഞാൻ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം, അതുവരെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നീ തന്നെ നോക്കണം എന്ന് പറഞ്ഞിട്ട് ചീഫും അവിടുന്ന് പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ചീഫിന്റെ അടുത്ത് നമ്മുടെ ഹീറോയിൻ പറയാണ്, എനിക്ക് എന്താണെന്നറിയില്ല ഭയങ്കരമായിട്ട് എന്തോ ഒരു പേടി വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു സ്റ്റേഷനിൽ ഇപ്പൊ 4 തടവുകാരുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോലെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാന്നൊക്കെ അവളിപ്പോ ചീഫിനോട് ചോദിക്കുന്നുണ്ട്. അവര് പുറത്തൊന്നുമല്ലോ, എല്ലാവരും സെല്ലിലല്ലേ ഉള്ളത്, പിന്നെന്തിനാ നീ പേടിക്കുന്നത്? അവര് സെല്ലിന്റെ ഉള്ളിലുള്ളിടത്തോളം കാലം ആർക്കും ഒരു പ്രശ്നം വരാനായിട്ട് പോകുന്നില്ല, അതുകൊണ്ട് തന്നെ നീ ഭയപ്പെടണമെന്ന് പറയാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നീ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറഞ്ഞിട്ട് അയാൾ ഇപ്പൊ അവിടുന്ന് പോവാണ്. ഇപ്പൊ നമ്മുടെ ചീഫ് അവന്റെ കാറും എടുത്തിട്ട് ഭയങ്കര സ്പീഡിൽ അവിടുന്ന് പാഞ്ഞു പോവാണ്. ഇപ്പൊ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഈ ഒരു സീറ്റിന്റെ ബാക്കിൽ ആ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള അലക്സ് അവനിങ്ങനെ നിൽക്കുന്ന
നിൽക്കുന്നതായിട്ട് നമ്മുടെ ചീഫിന് തോന്നുകയാണ്. പെട്ടെന്ന് ഇവനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ചീഫ് ഞെട്ടിപ്പോകുന്നുണ്ട്. അവനിപ്പോ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവിടെ ആരെയും കാണാനുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ടീനേജ് പയ്യൻ ഒരു പെണ്ണിനെ ഇടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവൾ ഇതുവരെ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. റോഡ് സൈഡിൽ അപകടം പറ്റിയിട്ട് അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ സെല്ലിന്റെ ഉള്ളിലുള്ള നമ്മുടെ അലക്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈഫിനെ അടിച്ച ആ ഒരു കേസ് പെട്ടിട്ടുള്ള ആളുണ്ടല്ലോ, അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവൻ ചെയ്തിട്ടുള്ള ആ ഒരു പാപത്തിനെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇവൻ എന്താ ചെയ്തിട്ടില്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവന്റെ വൈഫിനെ വിട്ടിട്ട് വേറൊരു പെണ്ണിന്റെ കൂടെ റിലേഷൻഷിപ്പിലാണ്. അത് പോരാഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് അവന്റെ വൈഫിനെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട്. അവളെ കൊല്ലാനായിട്ട് പോലും ഇവൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നീ ചെയ്തത് വലിയൊരു തെറ്റാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അലക്സ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കുറച്ചു നേരത്തിന് ശേഷം അവന്റെ ഒരു പല്ല് മാത്രം ഇപ്പൊ പൊഴിഞ്ഞു വീഴാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ എന്താ ചെയ്യുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേഷനിലേക്ക് വന്നിട്ടുള്ള അലക്സിന്റെ കയ്യിൽ ഒരു ഡയറി ഉണ്ടായിരുന്നില്ലേ, അതില് ഒരുപാട് പേരുകളുണ്ടല്ലോ. ആ ഒരു പേരുകളൊക്കെ എടുത്തിട്ട് ഇവരുടെ സ്റ്റേഷനിലുള്ള ഡാറ്റാ ബേസുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് എല്ലാം തന്നെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആവുന്നുണ്ട്. ഈ ഒരു ഡാറ്റാ ബേസിൽ നോക്കുന്ന സമയത്ത് ഇവരെല്ലാരും മരിച്ചിട്ടുണ്ട്. ഇപ്പൊ അലക്സിനെ നോക്കുകയാണെങ്കിൽ അവന്റെ ശക്തികൾ യൂസ് ചെയ്തിട്ട് തൊട്ടടുത്തുണ്ടായിരുന്ന ആ ഒരു സെല്ലിലുള്ള ഈ ഒരു വൈഫിനെ അടിച്ചിട്ടുള്ള അയാളുണ്ടായിരുന്നില്ലേ, അയാളെ കൺട്രോൾ ചെയ്യാണ്. ഇപ്പോ ഇയാൾ എന്താ ചെയ്യുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ തല തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കമ്പിയില് സ്വന്തമായിട്ട് കൊണ്ടിങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ശബ്ദം കേട്ടിട്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പോ താഴേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ സെല്ല് ഓർന്നിട്ട് നിനക്ക് എന്താ സംഭവിച്ചത്, നീ എന്താ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവനിപ്പോ പുറത്തേക്ക് പിടിച്ചിറക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയപ്പോഴത്തേക്കും അയാൾ നിലത്തേക്ക് വീണിട്ടുണ്ടായിരുന്നു. ഇവള് പറയുന്ന കാര്യങ്ങൾക്കൊന്നും അയാള് ഒരു റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഡോക്ടർ അത് കണ്ടിട്ട് ഇവൻ ഇങ്ങനെ വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ മരിച്ചു പോകും. എന്റെ സെല്ല് ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ഞാൻ കൊടുക്കാന്ന് ഡോക്ടർ ഇപ്പൊ പറയാണ്. നീ എന്തൊക്കെയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിന്നെ ഈ ഒരു സെല്ലിൽ നിന്ന് പുറത്തെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല, അതുകൊണ്ട് മിണ്ടാതെ അവിടെ ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഡോക്ടർ വീണ്ടും വീണ്ടും പറയാണ് ഇങ്ങനെ വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്ലീഡിങ് വന്നിട്ട് അയാൾ മരിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിനും ഇപ്പൊ ആ ഒരു സെല്ല് തുറന്നു കൊടുക്കുന്നുണ്ട്. ഡോക്ടറും ഇപ്പൊ പുറത്ത് വന്നിട്ട് CPR കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇയാളെ രക്ഷിക്കാനായിട്ട് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരത്തിന് ശേഷം ഇയാൾ കണ്ണു തുറക്കുന്നുണ്ട്. കണ്ണു തുറന്നു നോക്കിയത് സെല്ലിലുണ്ടായിരുന്ന അലക്സിനെ ആയിരുന്നു. എന്നിട്ട് അവനോട് പറയാണ് നീ ആരാന്നുള്ളത് എനിക്കിപ്പോ മനസ്സിലായിട്ടുണ്ട്, ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ തന്നെ മരിച്ചു വീഴാണ്. ഇപ്പൊ ഈ ഒരു ഡോക്ടറിന്റെ വീട്ടിലേക്ക് പോയിട്ടുള്ള പോലീസുകാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ഈ ഒരു ഡോക്ടറിന്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വാതിൽ തുറന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഡോക്ടറിന്റെ ഭാര്യ ഒരുപാട് ബ്ലഡ് ഒക്കെ പോയിട്ട് അവിടെ മരിച്ച നിലയിൽ അങ്ങനെ തൂങ്ങി കിടക്കുന്നതാണ് ഇവര് കാണുന്നത്. ഇത് കണ്ടിട്ട് രണ്ട് പോലീസുകാർക്കും നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. ഇപ്പൊ ചീഫിന്റെ റിയൽ ആയിട്ടുള്ള ആ ഒരു ഫേസ് കാണിക്കുന്നുണ്ട്. ചീഫ് ശരിക്കും ഒരു സൈക്കോ ആയിരുന്നു. ഇവന് ടീനേജ് ആയിട്ടുള്ള ബോയ്സിനെയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇവന്റെ വീട്ടിലേക്ക് ടീനേജ് ബോയ്സിനെ കൊണ്ടുവരും. എന്നിട്ട് അവരുടെ കൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് അതിനുശേഷം അവരെ ഒരുപാട് ടോർച്ചർ ചെയ്ത് കൊല്ലും. അതുമാത്രമല്ല ഇവരെ കൊന്നതിന് ശേഷം ഇവരുടെ ശരീരം മുഴുവനായിട്ട് വെട്ടി നുറുക്കിയിട്ട് ആ ഒരു ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ശരീരഭാഗങ്ങളാണ് അയാൾ ഇപ്പൊ പുറത്തേക്ക് എടുത്ത് വെക്കുന്നത്. ഈ ഒരു സെല്ലിന്റെ മുന്നിലായിട്ട് ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നില്ലേ, അവന്റെ ശരീരം നോക്കിയിട്ട് ഈ ഒരു ഡോക്ടറും അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിനും ഇപ്പൊ മേലേക്ക് വരികയാണ്. അപ്പോഴാണ് വാക്കി ടോക്കിയിൽ ഈ ഒരു ഡോക്ടറിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്ന പോലീസുകാര് ഒരു കാര്യം പറയുന്നത്. അതായത് അവിടെ ഇരിക്കുന്ന ആ ഒരു ഡോക്ടറിന്റെ വൈഫ് അവള് മരിച്ചു പോയിട്ടുണ്ട്. ഈ ഒരു ഡോക്ടർ ഒരു മനുഷ്യനെയല്ല, മനുഷ്യ രൂപത്തിലുള്ള ഒരു മൃഗമാണ് അയാള്. എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ ഇവിടേക്ക് വരുന്നതിന് മുന്നേ അവന്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാരും തന്നെ അതിക്രൂരമായിട്ട് കൊന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇവന്റെ വൈഫ്, കുട്ടികള്, അങ്ങനെയുള്ള എല്ലാരും തന്നെ ഇവൻ കൊന്നിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഇവന്റെ മോന്റെ തല വെട്ടിയെടുത്തിട്ട് തലയുടെ ഉള്ളിലേക്ക് എന്തോ കാര്യങ്ങളൊക്കെ തുളച്ച് കയറ്റി വെച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് അവനെ സൂക്ഷിക്കണമെന്ന് പോലീസുകാർ പറയാണ്. എന്നാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഡോക്ടർ കേൾക്കുന്നുണ്ടായിരുന്നു. ആഹാ, നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലേ, എല്ലാ കാര്യങ്ങളും നിനക്ക് മനസ്സിലായിട്ടുണ്ടല്ലേ, ഇനിയിപ്പോ എന്തിനാണ് നീ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്? അപ്പൊ എങ്ങനെയാ, നമുക്കൊരു കൈ നോക്കിയാലോ? ഇപ്പൊ ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിനെ കൊല്ലാനായിട്ട് അവളുടെ നേരെ പാഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ ഇവര് തമ്മിൽ ഫൈറ്റ് ആവുകയാണ്. അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കീഴ്പ്പെടുത്തുന്നുണ്ട്. അവനിപ്പോ ഒരു വിധത്തില് അവള് ലോക്ക് ചെയ്യാണ്. കട്ട് ചെയ്തിട്ട് ഇപ്പൊ നമ്മുടെ ചീഫിന്റെ വീടാണ് കാണിക്കുന്നത്. വീണ്ടും അലക്സ് ഒരു പ്രേതത്തിന് മാതിരി ആ ഒരു ചീഫിനെ വന്ന് പേടിപ്പിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഹീറോയിൻ ആ ഒരു ഡോക്ടറിനെ പിടിച്ചിട്ട് സെല്ലിൽ അടക്കിയാണ്. അലക്സ് ഹീറോയിനെ അവന്റെ സെല്ലിന്റെ അടുത്തേക്ക് വിളിച്ചേക്കാണ്. എന്നിട്ട് അവളുടെ കഴിഞ്ഞുപോയ കാര്യത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോ അവളുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഹീറോയിൻ ചെറുതായ സമയത്ത് അവളുടെ സ്വന്തം അച്ഛൻ അവൾ ഒരുപാട് അബ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും അവളെ ഭയങ്കരമായിട്ട് അയാൾ ടോർച്ചർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ടോർച്ചറിനൊന്നും സഹിക്കാതെ ഇയാള് പുറത്തേക്ക് പോയ ഒരു ദിവസം അവളുടെ കയ്യിലുണ്ടായിരുന്ന കെട്ടൊക്കെ ഒരു വിധത്തിൽ അഴിച്ചിട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. അതിനുശേഷമാണ് അവൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഇപ്പൊ പോലീസ് ആയിട്ടുള്ളത്. ഈ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവൾ ഇപ്പൊ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാണ്. ഇപ്പൊ ചീഫ് ഓഫീസറിനെ വിളിച്ചിട്ട് ഇവിടെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൾ വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ ഞാനിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരാന്ന് ചീഫ് പറയാണ്. കോള് കട്ട് ചെയ്തതിനു ശേഷം ചീഫ് നിലത്ത് കുത്തിയിരുന്നിട്ട് ഇപ്പൊ പ്രേ ചെയ്യാണ്. ഇപ്പൊ കട്ടിലിനടിയിൽ നിന്നും ഒരു ബോക്സ് വലിച്ച് പുറത്തെടുത്തിട്ട് അതിൽ നിന്ന് ഒരു ഷോട്ട് ഗണ്ണ് പുറത്തെടുക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ടീനേജ് പയ്യനാണ് കാണിക്കുന്നത്. എന്തിനാണ് ഈ ഒരു സെല്ലിൽ ഇവർ എന്നെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവന്റെ നഖം ഉപയോഗിച്ചിട്ട് നിലത്ത് എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവന്റെ നഖം പൊട്ടിപ്പോവാണ്. അലക്സ് ഇപ്പൊ അവനോട് പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്നുള്ള കാര്യം നിനക്ക് അറിയില്ല, നുണ പറയണോ നീ ചെയ്തിട്ടുള്ള തെറ്റുകളൊക്കെ നീ തിരുത്തുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഒരു അവസരം കൂടി ഞാൻ തരാം. ഇപ്പൊ ആ ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഈ ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ അവന്റെ കാറിൽ ഭയങ്കര സ്പീഡിൽ വന്ന സമയത്ത് ഒരു പെണ്ണിനെ ഇടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവൾ ആ ഒരു സമയത്ത് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ ജീവന് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെണ്ണിനെ രക്ഷപ്പെടുത്തായിരുന്നു. അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവിടായിരുന്നു അവന്. എന്നാൽ ആ ഒരു പയ്യൻ ഒന്നും ചെയ്യാതെ മരിക്കുകയാണെങ്കിൽ മരിച്ചോടെ വിചാരിച്ചിട്ട് അവന്റെ കാറുമായിട്ട് അവിടുന്ന് പോയിട്ടുണ്ട്.
ആ കാര്യമൊക്കെ അലക്സ് അവന്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ പോലും നീ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെണ്ണിനെ നിനക്ക് രക്ഷിക്കാനായിട്ട് പറ്റും. നിനക്ക് ഇനിയും കുറച്ചുകൂടി സമയമുണ്ട്. ഇപ്പൊ ആ ഒരു പയ്യൻ പറയാണ്, ഒരിക്കലും അത് എന്നെ കൊണ്ട് സാധിക്കില്ല. അവളെ രക്ഷിക്കാനായിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വലിയൊരു അപകടത്തിൽ പെടും. അങ്ങനെ എന്തൊക്കെയോ അവനിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഡോക്ടറിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ആ ഒരു പോലീസുകാര് അവരിപ്പോ തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോ ഒരാളവിടെ മരിച്ചു കിടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ ഇവർക്ക് ഭയങ്കരമായിട്ട് ഷോക്കാവാണ്. ഇവൻ എങ്ങനെയാണ് മരിച്ചു പോയെന്ന് ഹീറോയിന്റെ അടുത്ത് അവർ ചോദിക്കുന്നുണ്ട്. എന്നാലും ഹീറോയിന് അവൻ എങ്ങനെയാ മരിച്ചെന്നുള്ള കാര്യമൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ചെന്ന് നോക്കുന്ന സമയത്ത് അവൻ എന്തോ ഭ്രാന്തമായിട്ട് ആ ഒരു കമ്പിയിൽ അവന്റെ തല ഇങ്ങനെ ഇടിക്കുകയായിരുന്നു. ഞാൻ രക്ഷപ്പെടുത്താനൊക്കെ ആയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു സമയത്തേക്കും അവൻ മരിച്ചുപോയി എന്ന് പറയാണ്. ഇപ്പോ ഡോക്ടറിനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഇവര് താഴേക്ക് വന്നതാണ്. ഇവര് താഴേക്ക് വന്ന സമയത്ത് തന്നെ ഈ ഒരു ടീനേജ് പയ്യനാണെന്നുണ്ടെങ്കിൽ ഹീറോയിനെ വിളിച്ചിട്ട് പറയാണ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ദയവ് ചെയ്തിട്ട് കേക്ക് എന്നൊക്കെ അവനെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഇവൻ ഈ വിളിച്ച് പറയുന്ന കാര്യമൊന്നും പോലീസുകാർ ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഡോക്ടറിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനായിട്ട് അയാളുടെ സെല്ലിൽ നിന്ന് അയാളെ കൂട്ടിയിട്ട് പോവാണ്. ഇപ്പോ ഡോക്ടറിനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നീ എന്തിനാണ് നിന്റെ ഫാമിലിനെ മുഴുവനായിട്ട് അത്രയും ക്രൂരമായിട്ട് കൊല ചെയ്തെന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്കറിയാലോ, ഞാനൊരു ഡോക്ടറാണ്. ഒരുപാട് ആളുകൾ എന്നും മരിച്ചു പോകുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ മനുഷ്യന്മാർ മരിച്ചു പോവാതിരിക്കാനായിട്ട് അവരുടെ ബ്രെയിനിൽ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ഫാമിലിനെ കൊന്നതെന്നൊക്കെ അയാൾ ഇപ്പൊ വിളിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ ടോം നേരെ അലക്സിന്റെ അടുത്തേക്ക് വന്നിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അലക്സ് ഇപ്പോ ആ ഒരു പോലീസുകാരന്റെ കയ്യിലേക്ക് പിടിക്കുകയാണ്. അലക്സ് അവന്റെ കയ്യിൽ കയറി പിടിച്ച അതേ സമയത്ത് തന്നെ ഇവര് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു മർഡർ അവന്റെ കണ്ണിന്റെ മുന്നിൽ അങ്ങനെ വന്ന് നിൽക്കുകയാണ്. അതുപോലെ തന്നെ അലക്സ് ഇപ്പൊ ടോമിനെ കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡോക്ടറിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് ടോം വന്നിട്ട് ഇവനിപ്പോ നേരെ വന്നിട്ട് ഡോക്ടറിനെ പിടിച്ചിട്ട് നല്ല രീതിയിലിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരിവിടെ കിടന്ന് തല്ലുകൂടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ടേബിള് അത് നിലത്തേക്ക് വീണ് കമന്ന് കിടക്കുന്നുണ്ട്. ടോം ഇപ്പോ ഡോക്ടറിന്റെ തല പിടിച്ചിട്ട് ഡെസ്കിന്റെ ആ ഒരു ഷാർപ്പായിട്ടുള്ള ഭാഗത്തേക്ക് അവന്റെ തല പിടിച്ച് അടിക്കുകയാണ്. അങ്ങനെ അവന്റെ തല 2 പീസാക്കിയിട്ട് അവനെ അവിടെ കൊടൂരമായിട്ട് കൊന്നിടുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യമൊക്കെ കണ്ടിട്ട് അവനെ തടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൾക്ക് അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഹീറോയിന് ഇപ്പൊ എണീറ്റ് വന്നിട്ട് ടോമിന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഈ ഒരു സ്റ്റേഷനിൽ ഒരു കുറ്റവാളിനെയാണ് നീ കൊന്നിട്ടുള്ളത്. നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ടോമിന്റെ അടുത്ത് അവളിപ്പോ തട്ടിക്കയറുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ മറ്റേ ആ ഒരു പോലീസുകാരി ഉണ്ടല്ലോ, അവളിപ്പോ നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് അവനെന്താ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ള മനുഷ്യനാണോ? അവൻ അവന്റെ ഫാമിലിയിൽ തന്നെ ഭയങ്കര ക്രൂരമായിട്ട് കൊന്ന ഒരാളാണ്. അവനെ നമ്മൾ കൊന്നതിൽ എന്താണ് തെറ്റുള്ളത്? അങ്ങനെയൊക്കെ ആ ഒരു ലേഡി ഇപ്പൊ പറയാണ്. അതുമാത്രമല്ല ഡോക്ടറുമായിട്ട് നീ ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവന്റെ ശരീരത്തിൽ മുഴുവനും ഒരുപാട് മുറിവുകളുണ്ട്. അതുകൊണ്ട് നാളെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ ഇതിൽ പെടുത്തുന്നത് ടോം ഇപ്പൊ പറയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിന് വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ അവളിപ്പോ മിണ്ടാതെ നിൽക്കുകയാണ്. ഇപ്പൊ ആ ഒരു ടീനേജ് പയ്യനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ എന്തൊക്കെയോ ഇങ്ങനെ വിളിച്ചു പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്തേക്കും ഇവനിങ്ങനെ ഒച്ചയും വിളി ഉണ്ടാക്കുന്ന കണ്ടുകഴിഞ്ഞപ്പോ ഹീറോയിൻ അങ്ങോട്ടേക്ക് വന്നിട്ട് നിനക്ക് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഇവൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹീറോയിന്റെ അടുത്ത് തുറന്നു പറയുന്നത്. ഞാൻ എന്റെ കാറ് ഭയങ്കര സ്പീഡായിട്ട് ഓടിച്ചു വരികയായിരുന്നു. ആ ഒരു സമയത്ത് ഒരു പെണ്ണ് എന്റെ കാറിന്റെ മുന്നിലേക്ക് വന്ന് ചാടിയിട്ടുണ്ട്. ഞാൻ അവളെ ഇടിച്ചിട്ടിട്ടുണ്ട്. അവള് ജീവന് വേണ്ടിയിട്ട് ഇപ്പൊ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവളെ എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റുള്ളൂ. എന്നെ ഒന്ന് പുറത്തിറക്കി വിടുന്നൊക്കെ അവനിപ്പോ വിളിച്ച് പറയാണ്. ഈ ഒരു സമയത്ത് തന്നെ അലക്സ് അവന്റെ സെല്ലിൽ നിന്ന് പറയുന്നുണ്ട്, നിനക്കായിട്ടുള്ള സമയം അത് തീർന്നു പോയിട്ടുണ്ട്. ആ ഒരു പെണ്ണ് മരിച്ചു പോയിട്ടുണ്ട്. ഇനി ഒരിക്കലും നിനക്ക് അവളെ രക്ഷിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെയൊക്കെ പറയാണ്. ഹീറോയിൻ ഇപ്പൊ അലക്സിന്റെ സെല്ലിലേക്ക് വന്നിട്ടുണ്ട്. നീ ആരാണ്? എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? ഇത്ര നീ വർത്താനം പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിന് മേലെ നീ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി അവിടെ നിന്നോന്ന് പറയാണ്. ഞാൻ ആരാന്നുള്ളത് നിനക്ക് നന്നായിട്ട് തന്നെ അറിയാം. എന്നെ നിനക്ക് ഓർമ്മയില്ലേ? ഇപ്പോഴാണ് ആ ഒരു ട്വിസ്റ്റ് കാണിക്കുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോയിൻ ചെറിയ വയസ്സിലുണ്ടായിരുന്ന സമയത്ത് അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് പോകുമ്പോൾ വീടിന് പുറത്തായിട്ട് ഒരു സ്ട്രേഞ്ചർ നിൽക്കുന്നതായിട്ട് ഇവള് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവളുടെ വീടിന്റെ വാതിൽ തുറന്നിട്ട് ഇവളുടെ അച്ഛനെ ആ ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിളിച്ചിറക്കിയിട്ട് അവനെ ആ ഒരു ഭാഗത്ത് നിന്ന് മാറ്റിയതേ നമ്മുടെ അലക്സ് ആയിരുന്നു. ഇപ്പോഴാണ് നമ്മുടെ ഹീറോയിന് ഈ ഒരു കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. ഇപ്പൊ അലക്സ് ഹീറോയിനോട് പറയാണ്, നിന്റെ ജീവൻ അപകടത്തിലാണ്. മേലെ നിൽക്കുന്ന ആ 2 പോലീസ് ഓഫീസേഴ്സും നിന്നെ എങ്ങനെയാണ് കൊല്ലാന്ന് ഇപ്പൊ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീ സൂക്ഷിക്കണമെന്ന് പറയാണ്. എന്നാൽ നമ്മുടെ ഹീറോയിൻ ഈ ഒരു കാര്യമൊന്നും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അവളിപ്പോ മെല്ലെ മെല്ലെ മേലേക്ക് വന്നിട്ടുണ്ട്. അവൾ അവിടെ വന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മേലെ ഉണ്ടായിരുന്ന 2 പോലീസുകാരും സംസാരിക്കുന്നത് ഇവൾ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. ടോം അവനെ കൊല്ലുന്ന കണ്ട ഒരേ ഒരു സാക്ഷി അത് നമ്മുടെ ഹീറോയിൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവളുടെ കാര്യത്തിലും കൂടി ഒരു തീരുമാനമാക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ അത് നമുക്ക് തന്നെ പ്രശ്നമായിട്ട് വരുന്നത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. അത് മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ ചീഫ് തന്നെയായിരുന്നു. ഇപ്പൊ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോൺ കട്ട് ചെയ്യുന്നത് പോലെ കാണിക്കുകയാണ്. പക്ഷേ ഫോൺ അവൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഓൺ ആക്കി തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 2 പോലീസുകാരും പ്ലാൻ ചെയ്തതൊക്കെ പോലീസ് ചീഫിന് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചീഫ് അറിഞ്ഞിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ ഹീറോയിൻ അവരോട് പറയാണ്. എന്നാൽ അവര് അതിനൊന്നും അടുങ്ങുന്ന മട്ടുണ്ടായിരുന്നില്ല. ചീഫിന് ഞങ്ങൾ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിന്നെ ഞങ്ങളിപ്പോ കൊല്ലാനായിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നേരെ വന്നിട്ട് നമ്മുടെ ഹീറോയിന്റെ കഴുത്തിലേക്ക് പിടിക്കുന്നുണ്ട് ടോം. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ തപ്പിയിട്ട് അവളുടെ പോക്കറ്റിലുണ്ടായിരുന്ന ഒരു സ്പ്രേ അതെടുത്തിട്ട് അവന്റെ മുഖത്തേക്ക് തന്നെ അടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോ അവൾ അവിടുന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ മറ്റേ പോലീസുകാരി അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് നമ്മുടെ ഹീറോയിനെ കയറി പിടിക്കുന്നുണ്ട്. 2 പേരും കൂടിയിട്ട് അവളെ ടോർച്ചർ ചെയ്ത് കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ കറക്റ്റ് ആയിട്ട് ആ ഒരു സമയത്ത് തന്നെ ചീഫ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലെന്ന് ആരാടാ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ടോമിന്റെ നേരെ ആ ഒരു തോക്ക് നീട്ടിയിട്ട് അവന്റെ തൊണ്ടയിലേക്ക് തന്നെ ഷൂട്ട് ചെയ്യാണ്. അവിടെ ഉണ്ടായിരുന്ന മറ്റേ പോലീസുകാരി ഉണ്ടായിരുന്നല്ലോ, അവളിപ്പോ ഓടി പോവാണ്. ഇപ്പൊ ചീഫ് നേരെ വന്നിട്ട് ടോമിന് വീണ്ടും ഷൂട്ട് ചെയ്യാണ്. ഇപ്പൊ ബാക്കി ഉണ്ടായിരുന്ന പോലീസുകാരിനെ പിടിക്കാനായിട്ട് ചീഫ് അവന്റെ തോക്കായിട്ട് അതിലിങ്ങനെ ചുറ്റി നടക്കുകയാണ്. മോളെ മെല്ലെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വാ, നിന്റെ
നിന്റെ ബോയ് ഫ്രണ്ടിന്റെ കാര്യത്തില് ഒരു തീരുമാനമാക്കിയിട്ടുണ്ട്. അവന്റെ കൂടെ ചേർന്നിട്ട് നിനക്കും പരലോകത്തേക്ക് പോണ്ടേ എന്നൊക്കെ ഭയങ്കര ഭ്രാന്തമായിട്ട് ചീഫ് ഇപ്പൊ വിളിച്ചു പറയാണ്. ഹീറോയിൻ ഇപ്പൊ നേരെ പോയിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ചിട്ട് ചീഫിന്റെ കാലിലേക്ക് ഒരു കുത്തു കൊടുത്തിട്ട് വേഗം അടുത്തുണ്ടായിരുന്ന റൂമിൽ പോയിട്ട് ഡോർ ലോക്ക് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. അതേ റൂമിൽ തന്നെ മറ്റേ പോലീസുകാരി ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് പോലും ചീഫ് ഇവരെ വിടുന്നുണ്ടായിരുന്നില്ല. ഇയാള് അവിടെ ഉണ്ടായിരുന്ന ഒരു ഇരുമ്പ് പീസ് എടുത്തിട്ട് ഈ ഒരു ഡോർ അടിച്ച് പൊളിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പോ അടുത്തുണ്ടായിരുന്ന വേറൊരു പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മുടെ ഹീറോയിൻ കോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരുപാട് ട്രൈ ചെയ്തിട്ടും ആ ഒരു കോള് കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കുറച്ചു നേരത്തിന് ശേഷം ചീഫ് ആ ഒരു ഡോർ മുഴുവനായിട്ട് പൊളിച്ചിട്ട് അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഇപ്പൊ ചീഫ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ചിട്ട് ആ ഒരു ലേഡീനെ ഷൂട്ട് ചെയ്യാണ്. എന്നാൽ നമ്മുടെ ഹീറോയിൻ ഇപ്പൊ അവളെയും കൂട്ടിയിട്ട് വേറൊരു ഭാഗത്തേക്ക് ഓടി വന്നിട്ടുണ്ട്. ഇവര് നേരെ വന്നത് തടവുകാരെയൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു സെല്ലിന്റെ ഭാഗത്തേക്കായിരുന്നു. ഇപ്പൊ ആ ഒരു റൂമിന്റെ വാതിൽ അവർ അടയ്ക്കുന്നുണ്ട്. ചീഫ് ഇപ്പം എല്ലാം നടന്നു വന്നിട്ട് ആ ഒരു ഡോറും പൊളിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ സെല്ലിന്റെ ഡോർ ആയതുകൊണ്ട് തന്നെ അത് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. കുറെ നേരം ട്രൈ ചെയ്തിട്ട് ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞിട്ട് അവനിപ്പോ മേലേക്ക് കയറി പോകുന്നുണ്ട്. ഹീറോയിൻ ഇപ്പൊ ഓടിപ്പോയിട്ട് അലക്സിനോട് പറയുന്നുണ്ട്, നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടുന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് പറയാണ്. അലക്സ് ഇപ്പൊ പറയുന്നുണ്ട്, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അതൊരു വിധിയാണ്. അതില് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടില്ല എന്ന് പറയാണ്. ഈ ഒരു കാലഘട്ടത്തിലൊന്നും ആർക്കും ദൈവത്തിലൊന്നും വിശ്വാസമില്ലല്ലോ. ഒരുപാട് തെറ്റുകൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഞാനും എന്റെ ഫ്രണ്ടും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവൻ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. മനുഷ്യനുണ്ടായ ആ ഒരു കാലം മുതലേ ഒരുപാട് തെറ്റുകൾ അവൻ ചെയ്യുന്നുണ്ട്. അവരൊരിക്കലും തിരുത്താനായിട്ട് പോകുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അലക്സ് ഇപ്പൊ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഇവനോട് സംസാരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോയിൻ മെല്ലെ പുറത്തേക്ക് വന്ന് നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചീഫ് കയ്യിലൊരു പെട്രോൾ ക്യാനുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവൻ ആ ഒരു സ്റ്റേഷൻ മുഴുവനും കയ്യിലുണ്ടായിരുന്ന പെട്രോൾ ഒഴിക്കുകയാണ്. അവസാനമായിട്ട് കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ വെച്ചിട്ട് ഇപ്പൊ അവിടെ തീ കൊടുക്കുന്നുണ്ട്. ഹീറോയിൻ ഇപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തുണ്ടായിരുന്നില്ല. ടീനേജ് പയ്യനാണെന്നുണ്ടെങ്കിൽ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കുന്നൊക്കെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഹീറോയിൻ ഇപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അലക്സ് ഇപ്പോ വിളിച്ചു പറയുന്നുണ്ട്, നീ എന്ത് ചെയ്തിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അവരുടെ വിധി അത് മുന്നേ എഴുതപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നീ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കാനായിട്ട് അലക്സ് ഇപ്പൊ പറയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ രക്ഷപ്പെടാനായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അലക്സ് ആണെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് അതിനൊരിക്കലും സാധിക്കില്ല. നീ ഓക്കെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ മുഴുവനായിട്ട് ഞാനിപ്പോ തീർത്ത് കിട്ടി തരാന്ന് പറയുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ളവരെ കൊല്ലാനായിട്ട് ഹീറോയിൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇവിടെയുള്ള എല്ലാരും തന്നെ ഞാൻ രക്ഷപ്പെടുത്തുന്നൊക്കെ അവൾ വിളിച്ച് പറയാണ്. അവളിപ്പോ എല്ലാരും തന്നെ തുറന്നു വിടുന്നുണ്ട്. ഇപ്പൊ അലക്സിന്റെ സൈഡിലും അവൾ തുറക്കുകയാണ്. എന്നിട്ട് അവനോട് പുറത്തേക്ക് വരാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അലക്സ് പുറത്ത് വരാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഹീറോയിൻ ഇപ്പോ അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. അതായത് തടവുപുള്ളികൾക്ക് കൊടുക്കാനായിട്ടുള്ള പുതപ്പുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിപ്പോ വെള്ളത്തിൽ നനച്ചിട്ട് അവരുടെ ശരീരത്തിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഓരോരുത്തരെയായിട്ട് ഇവിടുന്ന് രക്ഷപ്പെടുത്താനായിട്ട് അവൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്തേക്കും ചീഫ് ഗണ്ണുമായിട്ട് ആ ഒരു സ്റ്റേഷന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ബേസ്മെന്റിൽ നിന്ന് ഓരോരുത്തരായിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് ഓരോരുത്തരെയും വെടിവെച്ച് കൊല്ലാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു ടീനേജ് പയ്യൻ എങ്ങനെയൊക്കെയോ അതൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ ഒരു പോലീസുകാരി ഈ ഒരു ജനൽ വഴി പുറത്തേക്ക് ചാടാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ അവൾ ചാടുന്ന സമയത്ത് ഈ ജനലിന്റെ പൊട്ടിയിട്ടുള്ള ചില്ലിന്റെ കഷ്ണം അവളുടെ കഴുത്തിലേക്ക് തന്നെ കയറുകയാണ്. ഈ ഒരു കാര്യമൊക്കെ കണ്ടിട്ടാണ് ചീഫ് ഉള്ളിലേക്ക് കയറി വന്നിട്ടുള്ളത്. അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ചിട്ട് ഈ ഒരു പോലീസുകാരിന്റെ കഴുത്തിലേക്ക് കുത്തി പിടിച്ചിട്ട് അവളെ ആ ഒരു ജില്ലിലേക്ക് അമർത്തി പിടിച്ച് അവിടുന്ന് കൊല്ലുകയാണ്. അതിനുശേഷം ടീനേജ് പയ്യന്റെ പുറകെയാണ് ചീഫ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയിൻ അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ടുള്ള ചീഫ് ആണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ചിട്ട് നമ്മുടെ ഹീറോയിന്റെ ഷോൾഡറിലേക്ക് ഷൂട്ട് ചെയ്യാണ്. ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ ഷൂ എല്ലാം പോളിഷ് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ടായിരുന്നു. അത് ഭയങ്കര സ്പീഡായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതിൽ ഈ ഒരു ടീനേജ് പയ്യന്റെ മുഖം അമർത്തി പിടിക്കുകയാണ്. അവന്റെ മുഖത്തേക്ക് തന്നെ കണ്ണ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാണ്. ഇപ്പൊ ബാക്കിയായിട്ടുള്ളത് നമ്മുടെ ഹീറോയിൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ചീഫ് അവളെ തെരഞ്ഞിറങ്ങിയിട്ടുണ്ട്. അവളെയും കൊല്ലുന്നതിനായിട്ട് ഈ ഒരു ചീഫ് വെറി പിടിച്ചിങ്ങനെ നടക്കുകയാണ്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പെട്രോൾ ക്യാൻ എടുത്തിട്ട് ചീഫിന്റെ നേരെ എറിയുന്നുണ്ട്. ഇവളിങ്ങനെ എറിഞ്ഞു കഴിഞ്ഞപ്പോ അറിയാതെ ചീഫ് ആ ഒരു ക്യാനിന്റെ മുകളിലേക്ക് ഷൂട്ട് ചെയ്യാണ്. ആ ഒരു ക്യാൻ പൊട്ടിത്തെറിച്ച സമയത്ത് ഈ ഒരു ചീഫും അവിടുന്ന് വെന്ത് മരിക്കുന്നുണ്ട്. ഈ ഒരു കഥക് പൊളിക്കുന്നതിനായിട്ട് ചീഫ് ഒരു ഇരുമ്പിന്റെ റാഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. ഹീറോയിൻ ഇപ്പൊ നേരെ പോയിട്ട് ആ ഒരു റാഡ് യൂസ് ചെയ്തിട്ട് അവളിപ്പോ ഈ ഒരു സ്റ്റേഷന്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും അലക്സ് ആ ഒരു സ്റ്റേഷന്റെ ഉള്ളിൽ തന്നെയല്ലേ ഉള്ളത്. എല്ലാവരും മരിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോ അവനും വളരെ കൂളായിട്ട് തന്നെ ആ ഒരു സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ടയർ മുഴുവനായിട്ട് ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഒരു ഡയറിക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇവൻ ആരാണ്, ഇവൻ എന്തിനാണ് ഈ ഒരു ഭൂമിയിലേക്ക് വന്നിട്ടില്ലെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഒരു സാധാരണ മനുഷ്യനെ അല്ലായിരുന്നു. ഇവൻ നരകത്തിന് വന്ന ഒരാളാണ്. ഭൂമിയിൽ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം കൊന്നിട്ട് നരകത്തിലേക്ക് അയക്കുന്ന ആളാണ് അവൻ. അങ്ങനെ കൊന്നതിന് ശേഷം അവരുടെ പേരാണ് ഇവൻ ഈ ഒരു ഡയറിയിൽ എഴുതി വെക്കാറുള്ളത്. ഇപ്പോ ഹീറോയിന്റെ അടുത്തേക്ക് അവൻ നടന്നു വരുന്നുണ്ട്. ഈ ഒരു ഭൂമിയിലുള്ള ഒരുപാട് ആൾക്കാര് ഒരുപാട് പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഓരോരുത്തരെയായിട്ട് ഞാൻ തേടി തേടി കൊല്ലാനായിട്ട് പോവാണ്. എന്നാൽ അത് എന്നെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിനായിട്ട് എനിക്ക് നിന്റെ സഹായം വേണം. നിന്നെ ഞാൻ തെരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പ്രായത്തിൽ ഒരുപാട് ട്രോമകൾ നീ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ ഞാൻ നിന്റെ മുന്നിൽ കൊണ്ട് നിർത്താം. നീ അവരെ എങ്ങനെ കൊല്ലുന്നൊന്നും എനിക്ക് അറിയണ്ട. അവരെ എല്ലാവരെയും നരകത്തിലേക്ക് അയച്ചേക്ക്. ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഹീറോയിനും അതിന് സമ്മതിക്കുന്നുണ്ട്. അലക്സ് ഇപ്പൊ നേരെ പോയിട്ട് നമ്മുടെ ഹീറോയിനെ കിസ് ചെയ്യാണ്. ഈ ഒരു സീന് കാണിച്ചിട്ട് സിനിമയുടെ കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് വെക്കാനും മറക്കണ്ട. അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.